ഫിഷ് പോണ്ടിൻ്റെ ഫിൽട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഓൾറെഡി ചെയ്തൊരു ഫിൽട്രേഷനാണ്, അതെങ്ങനെ ക്ലീൻ ചെയ്ത് വീണ്ടും സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഫിൽട്രേഷൻ്റെ ആദ്യത്തെ വർക്കായിട്ട് ഉപയോഗിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൂടയാണ്. മാർക്കറ്റിൽ 30 രൂപയോളം വില വരുന്നൊരു കൂടയാണിത്. ഇതിന് 2 ഹോൾ ഇട്ടിട്ടുണ്ട്, ഒന്ന് സൈഡിലും ഒന്ന് അതിൻ്റെ അടിഭാഗത്തും. ഇതിൽ നമ്മൾ കമ്മിത്തിയാണ് വെക്കാൻ പോകുന്നത്. ഇതിൻ്റെ വലിയ ഹോള് നമ്മൾ ഔട്ടേലേക്കുള്ള സ്ലറിയുടെ പൈപ്പിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണ് അതിൽ വരുന്നത്. ഈ പൈപ്പിന് ലാസ്റ്റ് ത്രെഡുള്ളൊരു എൻഡ് ക്യാപ്പാണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം ഇത് വരുന്ന വേസ്റ്റ് വാട്ടറെല്ലാം മീനിൻ്റെ സ്ലറി വാട്ടറെല്ലാം പുറത്തേക്ക് ഒഴിക്കാനാണ് ഈ പൈപ്പ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കൂടയിലേക്ക് നമ്മൾ സ്പോഞ്ചാണ്, താഴെയുള്ള സ്പോഞ്ചാണിത്. ഇനി മുകളിൽ വെക്കാനുള്ളതാണ്, കൂടയ്ക്ക് മുകളിൽ. ഇതിങ്ങനെ താഴെ ഇറക്കി വെക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ കൂട സ്ലറിയുടെ പൈപ്പ് ജോയിൻ്റ് ആവുന്ന രീതിയിൽ ഇറക്കി വെക്കുക. ഇനി ഇതിലേക്ക് PVC പൈപ്പ് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത് ത്രെഡ് ഉള്ളതാണ്, അത് തിരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് ചെറിയ കൊതുകിനുള്ള നെറ്റാണിത്. ഇത് സൈഡ് ഭാഗമെല്ലാം കവർ ചെയ്ത് വെക്കേണ്ടതാണ്. ഇതിലേക്കുള്ള സ്പോഞ്ച് ഏകദേശം ബക്കറ്റിൻ്റെ റൗണ്ടിലാണ് ചെയ്തിരിക്കുന്നത്. അക്കാരണത്താൽ തന്നെ മുകളിൽ വെയിറ്റ് വരുമ്പോൾ അത് സൈഡിലേക്ക് താവുകയും സൈസ് ലേശം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് എല്ലാം സൈഡിലൂടെ മുകളിലേക്ക് പൊന്താതിരിക്കുവാനാണ് നമ്മൾ ഈ വല ഉപയോഗിക്കുന്നത്. ഈ വല നല്ലപോലെ സൈഡെല്ലാം നല്ലപോലെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം സ്ഥാപിക്കാൻ. ഇനി ഇതിന് മുകളിലേക്ക് നമ്മുടെ സ്പോഞ്ച് ഫിറ്റ് ചെയ്യാം. സ്പോഞ്ചിന് സെൻറ്ററിലൊരു ഹോൾ ചെയ്തിട്ടുണ്ട്, ആ PVC പൈപ്പിന് കണക്റ്റായിട്ട്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് തോന്നും. പക്ഷെ ഇതിന് മുകളിലേക്ക് വെയിറ്റ് വരുമ്പോൾ സ്പോഞ്ചെല്ലാം അകത്തേക്ക് വലിയുന്നതാണ്. ഇതാണ് നമ്മൾ രണ്ടാമത്തെ മീഡിയമാണിത്. ആദ്യ സ്പോഞ്ച്, അതിന് മുകളിൽ കരിയാണിത്, ചിരട്ടക്കരിയുടെ ഇതൊരു ക്ലോത്തിൻ്റെ ഒരു ബാഗാണ്, സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇത്. ഓക്കെ, ഇനി ഇത് നല്ലപോലെ വിടർത്തി വെച്ചതിന് ശേഷമാണ് ഇതിൽ വിരിച്ചു കൊടുക്കേണ്ടത്. അത് അടിഭാഗം നല്ലപോലെ ഫില്ലാവുന്ന രീതിയിൽ വേണം വിരിച്ചു കൊടുക്കാൻ. 2 ബാഗും പൈപ്പിൻ്റെ 2 സൈഡിലായിട്ട് വിരിച്ചു കൊടുക്കേണ്ടതാണ്. മൂന്നാമത്തെ മീഡിയ മണലാണ്. ഞാനിതിന് ഉപയോഗിച്ചിരിക്കുന്നത് എംസാൻഡാണ്. നല്ല പൂയി മണലെല്ലാം ലഭിക്കുകയാണ്, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനിയുള്ളത് എംസാൻഡാണ്. എംസാൻഡ് നല്ലപോലെ കേകിയിട്ടുള്ളതാണ് എംസാൻഡ്. അല്ലാത്ത പക്ഷേ അത് കുറച്ചെല്ലാം ഇതിൽ അയക്കാവുന്നതാണ്. നമ്മുടെ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാലും പോണ്ടിലെ വെള്ളം കലങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. കരി നിറച്ച് ബാഗ് ചെയ്തതുപോലെ തന്നെ എംസാൻഡും നല്ലപോലെ ക്ലോത്തിൻ്റെ ബാഗ് വിടർത്തിയതിന് ശേഷം നല്ലപോലെ വിരിച്ചു വെക്കേണ്ടതാണ്. അത് ക്രോസ് ആയിട്ടാണ് വെക്കുക, അതായത് കരി വെച്ച അതേ പൊസിഷനിലല്ല വെക്കുക, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വെക്കുക. നാലാമത് നമ്മൾ വെച്ചിട്ടുള്ളത് മെറ്റലാണ്. മുറ്റത്തെല്ലാം വിരിക്കുന്ന ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ചെറിയ ചരൽക്കെല്ലാം ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. വളരെ വലുതല്ല, ഒരു മീഡിയം സൈസ് വരുന്ന ചരലെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മളതിൻ്റെ
പൈപ്പിൻ്റെ മുകളിൽ ഒരു എൽബോ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ഫിൽറ്റർ ബക്കറ്റ് ടാങ്കിൻ്റെ മുകളിൽ വെക്കാം. ടാങ്കിൻ്റെ ഒരു കോർണറിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ടാങ്കിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് പോകുന്ന വെള്ളം ടാങ്കിലേക്ക് കടത്തിവിടാനുള്ള ഔട്ട്പുട്ടാണ്. 1 ഇഞ്ചിൻ്റെ പൈപ്പാണിത്. ഈ പൈപ്പിലൂടെയാണ് ഫിൽറ്റർ ചെയ്ത വെള്ളം ടാങ്കിലേക്ക് പോവുക. ഇനി നമുക്ക് സബ്മിസീവ് പമ്പിൽ നിന്നുള്ള പൈപ്പ് ഇതിൻ്റെ മുകളിൽ കണക്ട് ചെയ്യാം. ഒരു ചെറിയ കൂളറെല്ലാം ഉപയോഗിക്കുന്നൊരു പമ്പാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു പമ്പിലൂടെയാണ് നമ്മൾ ഫിൽറ്ററിലേക്ക് വെള്ളം കടത്തിവിടുന്നത്. ഇതാണ് പമ്പിൽ നിന്നുള്ള പൈപ്പ്. ഈ ഒരു ഫ്ലെക്സിബിളായിട്ടൊരു പൈപ്പ് ആയത് കാരണമാണ് ഇത് മുകളിൽ ബെൻഡ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് പൈപ്പ് നമ്മൾ ഇതിലേക്ക് ടൈറ്റായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ സ്ലറി. ഇത് നമ്മളിപ്പോൾ ഈ ഫിൽട്രേഷൻ കൈകിട്ട് ഉള്ള വെള്ളമാണത്. അതുകൊണ്ടാണ് അത്രയും അത് ഐക്കായിട്ടുള്ളത്. വെള്ളം നല്ലപോലെ കലങ്ങി നിൽക്കുന്ന സമയത്ത് 2-3 മണിക്കൂർ ഈ മോട്ടോർ പ്രവർത്തിപ്പിച്ചാൽ വെള്ളമെല്ലാം നല്ലപോലെ ക്രിസ്റ്റൽ ക്ലിയറായി മാറുന്നതാണ്. വെള്ളത്തിലുള്ള എല്ലാ ഐക്കും ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ മോട്ടോർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫിൽറ്റർ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള 1 ഇഞ്ച് പൈപ്പിലൂടെ വെള്ളം തിരിച്ച് പോണ്ടിലേക്ക് പോകുന്നതാണ്. അതിലുള്ള എയർ ബബിളുകളെല്ലാം റിലീസ് ആവുന്നതാണ്. ഈ ഔട്ട്പുട്ടിൻ്റെ ലാസ്റ്റിൽ ഒരു ചെറിയ റെഡ്യൂസർ ഉപയോഗിച്ച് വെള്ളം ചെറുതായിട്ട് ചീറ്റിച്ചിട്ടാണ് വിടുന്നത്. ഇതുകൊണ്ട് 2 ഉപകാരം നടക്കുന്നുണ്ട്. ഒന്ന്, വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം വെള്ളം കറങ്ങിയിട്ട് ഇതിൽ പോണ്ട് റൗണ്ട് ആവുന്നതാണ്. അപ്പോൾ എല്ലാ സൈഡിലുള്ള സ്ലറിയെല്ലാം ഒരു നടുഭാഗത്തേക്ക് വരുന്നതാണ്. മാത്രമല്ല ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം ഒരു എയറേറ്ററിൻ്റെ വർക്കും ഈ ഫിൽട്രേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ മത്സ്യങ്ങളെ വളർത്തുന്ന എല്ലാ മീൻകുളങ്ങളിലും ഒരു നല്ലൊരു ഫിൽട്രേഷൻ സിസ്റ്റം നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം വെള്ളത്തിൽ മീനിൻ്റെ വേസ്റ്റിൽ നിന്നും ഭക്ഷണത്തിൻ്റെ ബാക്കിയുള്ളതിൽ നിന്നും അമോണിയ ഫോം ചെയ്യുകയും വെള്ളത്തെ മലിനമാക്കുകയും ചെയ്യും. അമോണിയ കൂടിയാൽ അത് മീനുകളുടെ വളർച്ചയെയും അതുപോലെ തന്നെ ആരോഗ്യത്തെയും നല്ലപോലെ ബാധിക്കുന്നതാണ്. അത് കൂടിയാൽ മീനുകൾക്ക് ഓക്സിജൻ്റെ അളവ് കുറയും. അതുപോലെ തന്നെ മീനുകളുടെ രോഗങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. സ്ലറി ഇല്ലാത്ത കാരണം തന്നെ നമുക്കിത് അടച്ചു വെക്കാം. ഈ വെള്ളം നമുക്ക് ഈ ടാങ്കിലേക്ക് തിരിച്ചൊഴിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ചെടികളോ മരങ്ങൾക്കെല്ലാം ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. കാരണം pH വാല്യൂ എല്ലാം പക്ക നോർമലായിട്ടുള്ളൊരു വെള്ളമാണിത്. മരങ്ങൾക്കെല്ലാം നല്ലപോലെ പോഷകങ്ങളുള്ള വളമാണ്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ചെയ്യാവുന്നൊരു ഫിൽട്രേഷൻ സിസ്റ്റമാണിത്. അപ്പോൾ കഴിയുന്നവർ ട്രൈ ചെയ്യുക. ഫിഷ് പോണ്ടെല്ലാം ഉള്ളവർ ട്രൈ ചെയ്യുക.